Introduction to the derivatives. In this session, let us introduce the basic idea of derivatives in two ways. One is the physical way and the other is the geometrical way. The first problem of finding the velocity of a moving object and the second is the problem of finding the slope of the line tangent to a graph. ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്ന കോൺസെപ്റ്റിനെ നമ്മൾ രണ്ട് രീതിയിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ ഒരു മൂവിങ് ആയിട്ടുള്ളൊരു ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി, രണ്ടാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു ലൈനിൻ്റെ ടാൻജൻറ്റ് ലൈനിൻ്റെ സ്ലോപ്പ്, ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരച്ചാൽ അതിൻ്റെ ടാൻജൻറ്റ് ലൈനിൻ്റെ സ്ലോപ്പായിട്ടുമാണ് നമ്മൾ ഡെറിവേറ്റീവിനെ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യുകയാണ്. അപ്പോൾ ഓരോ ടൈമിലും അതിന് ഓരോ പൊസിഷൻ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പം ഈ ഒരു ലൈന് അതിൻ്റെ ടൈമിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ ഓരോ ടൈമിൽ ഇപ്പം 1 സെക്കൻഡ് കഴിയുമ്പം അതൊരു പർട്ടിക്കുലർ പൊസിഷനിലായിരിക്കും, 2 സെക്കൻഡ് കഴിയുമ്പം ഇങ്ങനെയൊരു പൊസിഷനിലാണ്, 3 സെക്കൻഡ് കഴിയുമ്പം ഈ ഒരു പൊസിഷനിലാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് ഈ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു ഒബ്ജക്റ്റ് ഈ ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് മൂവ് ചെയ്യുന്നത്. ഇങ്ങനെ മൂവ് ചെയ്യുന്ന ആ ഒരു ഒബ്ജക്റ്റിന് ഒരു വെലോസിറ്റി ഉണ്ട്, ഒരു സ്പീഡുണ്ട് അല്ലേ. അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട്. ഓരോ ടൈം സെക്കൻഡ് കഴിയുന്നതിനനുസരിച്ചും അല്ലെങ്കിൽ ഓരോ ടൈം ഇൻ്റർവെൽ കഴിയുന്നതിനനുസരിച്ചും അതിനൊരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനൊരു വെലോസിറ്റി ഉണ്ട്. അപ്പോൾ ഈ ഒരു വെലോസിറ്റി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡെറിവേറ്റീവ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഫോർ എക്സാമ്പിളായിട്ട് 1 സെക്കൻഡിൽ ഈ ഒരു ഒബ്ജക്റ്റ് 2 മീറ്റർ മൂവ് ചെയ്തെന്ന് വിചാരിക്കുക, എക്സാമ്പിളാണ്. അതുപോലെ 2 സെക്കൻഡിൽ 4 മീറ്റർ. അപ്പം ഇവിടെ വരെയുള്ള ഈ ഡിസ്റ്റൻസ് 2 മീറ്ററാണ്, ഈ ടോട്ടൽ ഡിസ്റ്റൻസ് 4 മീറ്ററാണ്. 3 സെക്കൻഡിൽ അത് 6 മീറ്റർ മൂവ് ചെയ്തെന്ന് വിചാരിക്കുക. അപ്പം ഇത്രയും ടോട്ടലായിട്ട് വരുന്ന ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 6 മീറ്ററാണ്. ഇങ്ങനെ ഓരോ സെക്കൻഡ് കഴിയുന്നതിനനുസരിച്ച് ആ ടൈമിൻ്റെ ഇരട്ടി ദൂരം അത് മൂവ് ചെയ്തു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിൽ എത്തിയെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ടൈമിനെ ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു ഫംഗ്ഷനായിട്ട് പറയാം. അതായത് ഓരോ സെക്കൻഡ് കഴിയുന്നതിനനുസരിച്ചും അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്, ആ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ മാറുന്നു, അല്ലെങ്കിൽ അത് ട്രാവൽ ചെയ്ത ആ ഡിസ്റ്റൻസ് മാറുന്നുണ്ട്. അപ്പം ഓക്കെ, അപ്പോൾ എക്സ് ആണ് ടൈമിനെ റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വേരിയബിൾ എങ്കിൽ നമുക്ക് ഫംഗ്ഷനെ ഒരു എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം. അതായത് ഒരു ഫംഗ്ഷനാണ്, എക്സ് 1 ആകുമ്പോൾ എഫ് ഓഫ് എക്സ് 2 ആകും. എക്സ് എന്ന് പറഞ്ഞ ടൈമാണ്. അപ്പോൾ ടൈം 1 സെക്കൻഡ് ആകുമ്പോൾ ഈ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 2 ആകും. അപ്പോൾ ഞാൻ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് ഈ ഫംഗ്ഷനെ വിളിച്ചു. അപ്പോൾ എക്സ് 1 സെക്കൻഡ് ആകുമ്പോൾ എന്താണ് വരിക? y ഈക്വൽ ടു എഫ് ഓഫ് 1 ആകും. ഇതെന്ന് പറഞ്ഞാൽ 2 മീറ്ററാണ് ഈ എക്സാമ്പിളിൽ നോക്കുകയാണെങ്കിൽ. ഇനി എഫ് ഓഫ് 2 എന്ന് പറയുമ്പം 4 മീറ്ററാണ്, എഫ് ഓഫ് 3 എന്ന് പറയുമ്പോൾ 6 മീറ്ററാണ്. അപ്പോൾ ഇതിനെ ഒരു ഫംഗ്ഷനായിട്ട് നമ്മൾ പറയുകയാണ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. ഇവിടെ എക്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആ ഒരു ടൈമിനെയും y റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആ ട്രാവൽ ചെയ്ത ആ ഡിസ്റ്റൻസിനെയും ആണ്. ഓക്കെ, ടു അനലൈസ് വെലോസിറ്റി, ഇമാജിൻ എ പാർട്ടിക്കിൾ മൂവിങ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ from a fixed point O and that the function y equal to f of x describes the position of the moving particle at a time x. ഓക്കെ, നമ്മളിവിടെ ഓരോ ടൈമിലും എന്താണ് ഒരു ഫംഗ്ഷനായിട്ട് നമ്മൾ പറഞ്ഞു ആ ഒരു പാർട്ടിക്കിളിൻ്റെ, മൂവിങ് പാർട്ടിക്കിളിൻ്റെ എന്താണ് പൊസിഷൻ നമ്മൾ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ വെച്ച് ഡിസ്ക്രൈബ് ചെയ്തു. നേരത്തെ എക്സാമ്പിളിൽ കണ്ടതാണ്. ഓക്കെ, here x designate the time in seconds and y designate the distance traveled in x second. അപ്പം x എന്ന് പറഞ്ഞാൽ ടൈമാണ്, ടൈം ഇൻ സെക്കൻഡ്സ് ആണ്. അതുപോലെ y എന്ന് പറഞ്ഞാൽ നമ്മളവിടെ y എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ആണ് വേണ്ടത്, മീറ്ററിലാണ്
പറഞ്ഞത് ഈ ഒരു എക്സ് എന്ന് പറയുന്ന സെക്കൻഡ് കൊണ്ട് ഈ ഒരു ഒബ്ജക്റ്റ് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു, അതാണ് വൈ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വൈ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡിസ്റ്റൻസ് ട്രാവൽഡിനെയും എക്സ് എന്ന് പറഞ്ഞാൽ ടൈമിനെയുമാണ്. നമ്മളിവിടെ സാധാരണ ടൈം എന്നൊക്കെ പറയുമ്പോൾ ടി എന്ന് പറയുന്ന വേരിയബിളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് രീതിയിലാണ് ഈ ഒരു ഡെറിവേറ്റീവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു. ഒന്ന് വെലോസിറ്റി ഉപയോഗിച്ച്, ഒന്ന് സ്ലോപ്പ് ഓഫ് ദി ടാൻജൻറ്റ് ലൈനുമാണ്. അപ്പം ഇത് രണ്ടിനെയും ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടിടത്തും എക്സ് എന്ന് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ എക്സ് ടൈമും വൈ ഡിസ്റ്റൻസും ആണ്. ഇനി ഈ ഒരു ഒബ്ജക്റ്റ് ഇതാണ് ടൈം. ഓരോ ടൈമിലും ഓരോ പൊസിഷനിലായിരിക്കും. അപ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റ് പി എന്ന് പറയുന്ന ഒരു പോയിന്റും ഉണ്ട്, ക്യൂ എന്ന് പറയുന്ന ഒരു പോയിന്റും ഉണ്ട്. പി എന്ന് പറയുന്ന പോയിന്റ് എക്സ് നോട്ട് എന്ന് പറയുന്ന ആ ഒരു ടൈമാണ്. അപ്പോൾ എക്സ് നോട്ട് കഴിഞ്ഞ് ഒരു ടൈം, ഒരു ഇൻ്റർവെൽ കഴിഞ്ഞിട്ടാണ് ക്യൂ എന്ന് പറയുന്ന പോയിന്റ് വരുന്നത്. അപ്പോൾ ഒരു ഡെൽറ്റ എക്സ് ഇൻക്രീസ്, ഒരു നമ്പർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും, അതിനെ ഞാൻ ഡെൽറ്റ എക്സ് എന്ന് വിളിച്ചു. ഒരു സ്മോൾ ഇൻക്രീസ് ആയതുകൊണ്ട് തന്നെ പി എന്ന് പറയുന്ന പോയിന്റ് എക്സ് നോട്ട്. അപ്പോൾ ക്യൂ എന്ന് പറയുന്ന ടൈം ആകണമെങ്കിൽ ഒരു ഡെൽറ്റ എക്സ് ഇൻക്രീസ് വേണം, ചെറിയൊരു ഇൻ്റർവെലാണ്. ഓക്കെ, അപ്പോൾ ഈ ക്യൂ എന്ന് പറയുന്ന പോയിന്റ് അവിടുത്തെ ടൈം എന്ന് പറഞ്ഞാൽ എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ആയിരിക്കും. ഓക്കെ, പി എന്ന് പറയുന്നത് എക്സ് നോട്ട്, ക്യൂ എന്ന് പറയുന്നത് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ്. അപ്പോൾ ഈ പി എന്ന് പറയുന്ന ആ ഒരു പോയിന്റിൽ, അതായത് എക്സ് നോട്ട് എന്ന് പറയുന്ന ടൈം സെക്കൻഡിൽ ഈ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്ത ഡിസ്റ്റൻസ് ആണ് വൈ നോട്ട്. അതായത് ഇവിടം വരെയുള്ള പിയിൽ എത്തിച്ചേർന്നപ്പോൾ എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്തു, അതിന് ഞാൻ വൈ നോട്ട് എന്ന് വിളിച്ചു. ഇനി ഈ ഡെൽറ്റ എക്സ്, അതായത് ക്യൂവിൽ എത്തിയപ്പോൾ പി വരെ ആണെങ്കിൽ വൈ നോട്ട് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു. ഇനി ക്യൂ വരെ ആണെങ്കിൽ അത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഇൻക്രീസ് ഡെൽറ്റ എക്സ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു പി മുതൽ ക്യൂ വരെയുള്ള ആ ഒരു പൊസിഷൻ്റെ ചേഞ്ചിന് ഞാൻ ഡെൽറ്റ വൈ എന്ന് വിളിച്ചു. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ എത്രയാണിത് ടോട്ടൽ ഡിസ്റ്റൻസ്, ക്യൂവിലെത്തിയപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ഡിസ്റ്റൻസ് ഇവിടെ വരെയുള്ള വൈ നോട്ടും വരും, പിന്നെ ഈ ഡെൽറ്റ വൈ വരും. അപ്പോൾ വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ ആയിരിക്കും ക്യൂ വരെ എത്തിയപ്പോൾ ട്രാവൽ ചെയ്ത ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു അതിൻ്റെ ടൈമിനെയും പൊസിഷനെയും റിലേറ്റ് ചെയ്തിട്ട് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരുന്നു. അതായത് എക്സ് ടൈം സെക്കൻഡിൽ വൈ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ടാവും ഈ ഒരു ഒബ്ജക്റ്റ്. അപ്പോൾ നമുക്കിവിടെ എക്സ് നോട്ടിൽ വൈ നോട്ട് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എഴുതാം വൈ നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയുന്ന ആ ഒരു എക്സ് ടൈം സെക്കൻഡിൽ, അതായത് പി എന്ന് പറയുന്ന ആ പോയിന്റ് വരെ എത്തുമ്പം വൈ നോട്ട് ഡിസ്റ്റൻസ് ഈ ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്തു. അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ ആക്കി എഴുതുവാണെങ്കിൽ വൈ നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് ആയിരിക്കും, അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് നോട്ടിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ അത് വൈ നോട്ട് ആയിരിക്കും. ഇനി അതുപോലെ തന്നെ ക്യൂ വരെ എത്തിയപ്പോൾ അവിടുത്തെ ടൈം എന്തായിരുന്നു, എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ആണ്. അത്രയും ദൂരം, ആ ഒരു ദൂരം ക്യൂ വരെയുള്ള ദൂരം എന്ന് പറഞ്ഞാൽ വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ ആണ്. അപ്പോൾ നമുക്ക് എഴുതാം വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ ഈക്വൽ ടു എഫ് ഓഫ് ഏതിലായിരുന്നു അവിടുത്തെ ടൈം, എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് പറയുന്ന ആ ഒരു ടൈമിലാണ് നമുക്ക് വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളൊരു ഫംഗ്ഷൻ ആക്കി എഴുതി. ഇനി ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വെലോസിറ്റി ഡിഫൈൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് ടൈപ്പ് വെലോസിറ്റി ഇവിടെ കാണുന്നുണ്ട്. ഒന്ന് ആവറേജ് വെലോസിറ്റിയും അടുത്തത് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയുമാണ്. അപ്പോൾ അത് ആവറേജ് വെലോസിറ്റി എങ്ങനെയാണെന്ന് നോക്കാം. Suppose that the particle passes the points P and Q at times x naught and x naught plus delta x respectively. നേരത്തെ പറഞ്ഞ കാര്യമാണ്, പിയിലും ക്യൂവിലും ആ പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉണ്ടാകുന്ന ആ ടൈം എന്ന് പറഞ്ഞാൽ എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സും ആണ്. ഓക്കെ, ഇഫ് വൈ നോട്ട് ആൻഡ് വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ ആർ ദി റെസ്പെക്റ്റീവ് ഡിസ്റ്റൻസസ് ഓഫ് പി ആൻഡ് ക്യൂ. പി എന്ന് പറയുന്ന ആ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് വൈ നോട്ടും ക്യൂ എന്ന് പറയുന്ന ആ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈയും ആണ്. ഓക്കെ, ഒ എന്ന് പറയുന്ന ആ ഫിക്സഡ് പോയിന്റ് നമ്മൾ നേരത്തെ ആ ഫിഗറിൽ കണ്ട കാര്യം തന്നെയാണ്. ദെൻ വൈ നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് ആൻഡ് വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ്.
The average velocity of a particle during the time interval delta x is defined simply as the distance traveled divided by the elapsed time. Okay. അപ്പോൾ ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ ടൈം എലാപ്സ്ഡ് ആണ്. അപ്പം ഇവിടെ നമ്മൾ എത്രയാണോ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തത്, ഓക്കെ, എത്രയാണ് ഇവിടുത്തെ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തത്, പി മുതൽ ക്യൂ വരെ ഉള്ള ആ ഒരു ഇതാണ് നമ്മൾ നോക്കുന്നത്. ഡെൽറ്റ വൈ ആണ്. പി മുതൽ ക്യൂ വരെ അത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ വൈ ആണ്. അതുപോലെ ആ ടൈം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ടൈം പി മുതൽ ക്യൂ വരെയുള്ള ആ ടൈം ഇൻ്റർവെൽ അല്ലേ, ടൈം എലാപ്സ്ഡ് എന്ന് പറഞ്ഞാൽ എത്ര ടൈം എടുത്തു പി മുതൽ ക്യൂ വരെ. അപ്പോൾ ഇവിടെ നിന്നുള്ള ആ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സിന്ന് എക്സ് നോട്ട് വരെയുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എക്സ് ആണ്. ഇവിടുത്തെ ആ ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ വൈ ആണ്. ഓക്കെ. അപ്പോൾ ആവറേജ് ടൈം പി മുതൽ ക്യൂ വരെയാണ് നോക്കുന്നത്. ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ട്രാവൽഡ്, എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു, ഡെൽറ്റ വൈ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു. ടൈം എലാപ്സ്ഡ് എന്ന് പറഞ്ഞാൽ എത്ര അതായത് പി മുതൽ ക്യൂ വരെ ട്രാവൽ ചെയ്യാൻ എടുത്ത ആ ഒരു സമയം, പിയിൽ നിന്ന് ക്യൂവിൽ എത്താൻ എടുത്ത ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എക്സ് ആണ്. ഓക്കെ. അപ്പോൾ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ആണ് ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താണ് ഈ ഡെൽറ്റ വൈ ഒന്ന് മാറ്റി എഴുതാം. അപ്പോൾ നമുക്കറിയാം വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ മൈനസ് വൈ നോട്ട് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ വൈ തന്നെയാണ്. ഈ വൈ നോട്ടും ക്യാൻസലായിട്ട് ഡെൽറ്റ വൈ തന്നെ കിട്ടും. ഇനി വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ എന്തായിരുന്നു, വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ നമ്മൾ ഫംഗ്ഷനായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ്. അതായത് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് പറയുന്ന ആ ഒരു ആ ഒരു ടൈമിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ് വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ. വൈ നോട്ട് എന്ന് പറഞ്ഞാൽ എക്സ് നോട്ട് എന്ന് പറയുന്ന ആ ഒരു ടൈമിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ് വൈ നോട്ട്. അപ്പം ഇതിനെ നമുക്ക് എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ വൈ. ഓക്കെ. അപ്പോൾ ഈ ഒരു കാര്യമാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എഴുതിയിരിക്കുന്നത്, എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. അപ്പോൾ ആവറേജ് വെലോസിറ്റി ഈ ഒരു ഇക്വേഷൻ വെച്ചാണ് നമ്മൾ കണ്ടുപിടിക്കുക. എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. അതായത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ ടൈം. ഇനി നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ നമ്മൾ ആവറേജ് വെലോസിറ്റിയാണ് കണ്ടത്. ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റർവെല്ലിൽ ഉള്ള പി മുതൽ ക്യൂ വരെയുള്ള ആ ഒരു ഒബ്ജക്റ്റിൻ്റെ ആവറേജ് വെലോസിറ്റിയാണ് നമ്മൾ കണ്ടത്. അത് ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് എന്ന് ഡിഫൈൻ ചെയ്തു. ഇനി നമ്മൾ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി എത്രയാണ് എന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ. അപ്പോൾ ഇതാണ് ഒബ്ജക്റ്റ്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്നാണ് മൂവ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പം എക്സ് നോട്ട് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ടൈമിൽ ഇതിൻ്റെ വെലോസിറ്റി എത്രയാണ് എന്നാണ് ഇനി നമ്മൾ ഡിഫൈൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നേരത്തെ ഈ ആവറേജ് വെലോസിറ്റി ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പം നേരത്തെ നമ്മൾ എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് പി ക്യൂ, എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ എന്നൊക്കെ കണ്ടു. അപ്പോൾ ഈ ആവറേജ് വെലോസിറ്റിയിൽ എന്താണ്, നമുക്ക് എക്സ് നോട്ട് എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിലെ വെലോസിറ്റി മാത്രമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആവറേജ് വെലോസിറ്റി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ പി മുതൽ ക്യൂ വരെയുള്ള ആ ഒരു ആവറേജ് വെലോസിറ്റി നമുക്കറിയാം. അപ്പോൾ ഈ എക്സ് നോട്ട് എന്ന് പറയുന്ന പോയിന്റിലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ആ ഒരു ഡെൽറ്റ എക്സ് എന്ന് പറയുന്ന ആ ഒരു ഡിസ്റ്റൻസ് അവിടെ ആവശ്യമില്ല. അതായത് ഡെൽറ്റ എക്സ് വളരെ വളരെ കുറഞ്ഞ് അടുത്തടുത്ത് ഈ പിയുടെ അടുത്തേക്ക് വരണം ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് അല്ലേ. അതായത് ഡെൽറ്റ എക്സ് സീറോയിലേക്ക് അടുത്ത് വരുമ്പോഴാണ് നമുക്ക് എക്സ് നോട്ട് എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിൽ അല്ലെങ്കിൽ പി എന്ന് പറയുന്ന ആ ഒരു പോയിന്റിലെ വെലോസിറ്റി നമുക്ക് കിട്ടുന്നത്. ആ വെലോസിറ്റിനെയാണ് നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്നത്. അതായത് ആ ഒരു അറ്റ് ടൈം എക്സ് നോട്ട് ആ ടൈമിലുള്ള വെലോസിറ്റി, അതിനെയാണ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി വി ഈസ് ദി ആവറേജ് വെലോസിറ്റി വെൻ ഡെൽറ്റ എക്സ് സഫിഷ്യൻ്റ്ലി സ്മോൾ. അതായത് ഡെൽറ്റ എക്സ് കുറഞ്ഞ് വരണം. ഈ പി ക്യൂ എന്ന് പറയുന്ന ആ ഇൻ്റർവെല്ലിലെ ഡെൽറ്റ എക്സ് സഫിഷ്യൻ്റ്ലി സ്മോൾ ആകണം. അതായത് ഡെൽറ്റ എക്സ് നിയർലി സീറോയിലേക്ക് അടുത്ത് വരുമ്പോഴാണ് നമ്മൾ ഈ ആവറേജ് വെലോസിറ്റിയെ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ അറ്റ് ടൈം എക്സ് നോട്ട് സിൻസ്
ദിസ് വെലോസിറ്റി വി റെഫേഴ്സ് ടു എ സിംഗിൾ ഇൻസ്റ്റൻറ്റ്. ആ പി എന്ന് പറയുന്ന ആ ഒരു ഇൻസ്റ്റൻറ്റിൽ വെലോസിറ്റി മാത്രമാണ്. ഇറ്റ് ഈസ് കോൾഡ് ദ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. ദ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി വി ഈസ് ദി ആവറേജ് വെലോസിറ്റി വെൻ ഡെൽറ്റ എക്സ് ഈസ് സഫിഷ്യൻ്റ്ലി സ്മോൾ, ദാറ്റ് ഈസ് ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് വെൻ ഡെൽറ്റ എക്സ് നിയർലി 0. അപ്പോൾ നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് കണ്ടുപിടിക്കും, ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കും. അതിൽ ഡെൽറ്റ എക്സിന് 0 എന്ന് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു വെലോസിറ്റിയാണ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. ഓക്കെ, ഇനി ഈ ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കുന്ന കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. Problem 1, let y equal to 3x² plus x represents the distance a bus has travelled in meters after x seconds. അപ്പോൾ ഓരോ എക്സ് സെക്കൻഡ് കഴിയുമ്പോഴും 3x² plus x എന്ന് പറയുന്ന ആ ഒരു ഡിസ്റ്റൻസ് ആ ഒരു ബസ് ട്രാവൽ ചെയ്ത്, ഇപ്പം ഒരു സെക്കൻഡ് കഴിയുമ്പം എത്രയാണ് വരിക? 3 × 1² + 1. 2 സെക്കൻഡ് വരുവാണെങ്കിൽ 3 × 2² + 2 ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു. ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ഡെൽറ്റ വൈ ആൻഡ് ദി ആവറേജ് വെലോസിറ്റി ഡ്യൂറിങ് ദ ടൈം ഇൻ്റർവെൽ ഡെൽറ്റ എക്സ് ഫോർ ദ ഫോളോയിങ് സിറ്റുവേഷൻസ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ നമ്മൾ നോക്കാം. x0 എന്ന് പറയുന്ന ആ ഒരു പോയിൻറ്റ് =2 ആണ്, ഡെൽറ്റ എക്സ് 0.5 ആണ്. അപ്പോൾ ഈ x0 = 2ഉം ഡെൽറ്റ എക്സ് 0.5 ആണെങ്കിൽ ഈ ഒരു ഇൻ്റർവെല്ലിൽ, ടൈം ഇൻ്റർവെല്ലിൽ ഉണ്ടാകുന്ന ആവറേജ് വെലോസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമ്മുടെ ഒബ്ജക്റ്റ് x0 എന്ന് പറയുന്ന പോയിൻ്റ് ഇതാണ്. x0 എന്ന് പറഞ്ഞാൽ 2 സെക്കൻഡ് ആയിരിക്കാം. അതുപോലെ ഡെൽറ്റ എക്സ് 0.5 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു x0 + ഡെൽറ്റ എക്സ് എന്ന് പറയുന്ന ടൈമായി. അപ്പോൾ 2 + 0.5 ആയിരിക്കും x0 + ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഡിസ്റ്റൻസുകൾ നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ, എന്നിട്ടാണ് നമ്മൾ ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കുന്നത്. അപ്പോൾ x0-ൽ എത്രയായിരിക്കും ഡിസ്റ്റൻസ്? ഇവിടെ നമുക്ക് ഫംഗ്ഷൻ തന്നിട്ടുണ്ടല്ലേ, ഡിസ്റ്റൻസിൻ്റെ ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് ടൈം. അപ്പോൾ നമുക്ക് y0 കണ്ടുപിടിക്കണം. y0 എന്ന് പറഞ്ഞാൽ f(x0) ആണ്. y0 എന്ന് പറഞ്ഞാൽ f(2), x0-ൻ്റെ വാല്യൂ 2 ആണ്. f(2) എന്ന് പറഞ്ഞാൽ 3 × 2² + 2 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 14 എന്ന് കിട്ടും. 14 മീറ്റേഴ്സാണ് y0 വരുന്നത്. അപ്പോൾ ഇവിടെ 2 സെക്കൻഡിൽ 14 ആണ്. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? അപ്പോൾ നമുക്ക് x0-ലുള്ള ആ ഒരു ഡിസ്റ്റൻസ് കിട്ടി. ഇനി നമുക്ക് ഡെൽറ്റ വൈയും കണ്ടുപിടിക്കണം. ഫൈൻഡ് ദ ഡെൽറ്റ വൈ ആൻഡ് ആവറേജ് വെലോസിറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, y0 കിട്ടി. ഇനി y0 + ഡെൽറ്റ വൈയിൽ y0 + ഡെൽറ്റ വൈ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. y0 + ഡെൽറ്റ വൈ എന്ന് പറഞ്ഞാൽ y0 + ഡെൽറ്റ വൈ എന്ന് പറഞ്ഞാൽ f(x0 + ഡെൽറ്റ എക്സ്) ആണ്. ഇവിടെ x0 + ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ 2 + 0.5 എന്ന് പറഞ്ഞാൽ 2.5. അപ്പോൾ f(2.5) ആണ് y0 + ഡെൽറ്റ വൈ എന്ന് പറയുന്നത്. ഓക്കെ, y0 + ഡെൽറ്റ വൈ എന്ന് പറഞ്ഞാൽ f(2.5) ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 3 × 2.5² + 2.5, വിച്ച് ഈസ് ഈക്വൽ ടു 21.25 മീറ്റേഴ്സ്. അപ്പോൾ നമുക്ക് y0 14 മീറ്റേഴ്സ് എന്ന് കിട്ടി, y0 + ഡെൽറ്റ വൈ 21.25 മീറ്റേഴ്സ് എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഡെൽറ്റ വൈ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഡെൽറ്റ വൈ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ y0 + ഡെൽറ്റ വൈ മൈനസ് y0 ചെയ്യുമ്പോൾ ഡെൽറ്റ വൈ കിട്ടും. y0 + ഡെൽറ്റ വൈ എന്ന് പറഞ്ഞാൽ 21.25ഉം y0 14ഉമാണ്. ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 7.25 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഡെൽറ്റ വൈ നമുക്ക് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ആവറേജ് വെലോസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ എങ്ങനെയാണ്? ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ആണ് ആവറേജ് വെലോസിറ്റി. ഡെൽറ്റ വൈ = 7.25 മീറ്ററും ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ആ ഒരു തന്നിട്ടുണ്ടായിരുന്നു 0.5 ആണ്. അപ്പോൾ 7.25 ഡിവൈഡഡ് ബൈ 0.5 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും 14.5 മീറ്റർ/സെക്കൻഡ് എന്നാണ് ആവറേജ് വെലോസിറ്റി കിട്ടുക. ഓക്കെ, ഇതുപോലെ തന്നെയാണ് അടുത്ത ചോദ്യവും. x0 = 2ഉം ഡെൽറ്റ എക്സ് 0.01 ആണ്. ഇതുപോലെ തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? f(x0) കണ്ടുപിടിക്കാം.
എഫ് ഓഫ് എക്സ് നോട്ട് 14 തന്നെയാണ് വരിക, കാരണം ഇവിടെയും എക്സ് നോട്ട് ഈക്വൽ ടു 2 തന്നെയാണ്. ഇനി വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ആണ്. അപ്പോൾ ഇവിടെ 0.5 അല്ല ഡെൽറ്റ എക്സ് വരിക, 0.01 ആണ്. അപ്പം എഫ് ഓഫ് 2 പ്ലസ് 0.01 വരും. ഓക്കെ, വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ എന്ന് പറയുമ്പം എന്താണ് വരിക? എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് 2.01 വിച്ച് ഈസ് ഈക്വൽ ടു 14.13 മീറ്റർ എന്ന് കിട്ടും. ഇനി ഡെൽറ്റ വൈ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പോലെ തന്നെ ഡെൽറ്റ വൈ കണ്ടുപിടിക്കുകയാണ്. വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ മൈനസ് വൈ നോട്ട് വിച്ച് ഈസ് ഈക്വൽ ടു 0.1303 മീറ്റേഴ്സ്. ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ആണ്. ഡെൽറ്റ വൈയെ നമ്മൾ ഡെൽറ്റ എക്സ് വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും 13.03 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ആവറേജ് വെലോസിറ്റി രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി സി എക്സ് നോട്ട് ഈക്വൽ ടു 4, ഡെൽറ്റ എക്സ് ഈക്വൽ ടു 0.5. അപ്പോൾ നമ്മളിവിടെ വൈ നോട്ട് ആദ്യം കണ്ടുപിടിക്കണം, പിന്നെ വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ കണ്ടുപിടിക്കണം. വൈ നോട്ട് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് നോട്ട് വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് 4. ഓക്കെ, അതുപോലെ വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ആണ്. എഫ് ഓഫ് 4 പ്ലസ് 0.5, എഫ് ഓഫ് 4.5 കണ്ടുപിടിക്കണം. ഇത് തമ്മിൽ മൈനസ് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഡെൽറ്റ വൈ കിട്ടും. ഈ ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് ആണ് ആവറേജ് വെലോസിറ്റി. ദ ഡിസ്റ്റൻസ് that bus traveled after x naught equal to 4 seconds is y naught. Y naught equal to f of x naught which is equal to 52 meters. Okay, the distance the bus traveled after x naught plus delta x equal to x naught plus delta x എന്ന് പറഞ്ഞാൽ 4.5 സെക്കൻഡ് ആണ്. ആ ഒരു സെക്കൻഡ് വരെ ആ ബസ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ ആണ്. അതായത് എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് പറയുന്ന ആ ഒരു ടൈമിൽ ബസ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് വിച്ച് ഈസ് ഈക്വൽ ടു വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ ആണ്. അപ്പോൾ വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ ഈക്വൽ ടു എഫ് ഓഫ് 4.5 വിച്ച് ഈസ് ഈക്വൽ ടു 3 × 4.5 സ്ക്വയർ പ്ലസ് 4.5 വിച്ച് ഈസ് ഈക്വൽ ടു 65.25 മീറ്റേഴ്സ്. ഇനി നമുക്ക് ഡെൽറ്റ വൈ കിട്ടാനായിട്ട് വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ മൈനസ് വൈ നോട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് 13.25 മീറ്റേഴ്സ് എന്ന് കിട്ടും. ഇനി ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു 13.25 ഡിവൈഡഡ് ബൈ 0.5 ഈക്വൽ ടു 26.5 മീറ്റർ പെർ സെക്കൻഡ്. വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താണ്? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ യൂണിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ് വെലോസിറ്റി. ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ മീറ്ററും ടൈമിൻ്റെ സെക്കൻഡുമാണ്. അതുകൊണ്ടാണ് വെലോസിറ്റിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് വരുന്നത്. ഓക്കെ, അപ്പം ആവറേജ് വെലോസിറ്റി ഈക്വൽ ടു 26.5 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. ഇനി ആവറേജ് വെലോസിറ്റി നിന്ന് നമുക്കൊരു ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി കണ്ടുപിടിക്കാം. ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലുള്ള വെലോസിറ്റി. അപ്പോൾ ആവറേജ് വെലോസിറ്റിയിൽ ഡെൽറ്റ എക്സ് 0യിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്ന ആ ഒരു വെലോസിറ്റിയാണ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി.